നമ്മുടെ യാൺ വെച്ചിട്ടുള്ള ഫസ്റ്റ് പ്രൊജക്റ്റ് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ പ്രൊജക്റ്റ് ഇവിടെ ചെയ്യുകയാണ് കേട്ടോ. രണ്ടാമത്തെ പ്രൊജക്റ്റ് മീൻസ് യാൺ വെച്ചിട്ടുള്ള രണ്ടാമത്തെ പ്രൊജക്റ്റ്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ യാൺ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് വേറൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയപ്പോൾ 4.5 mm ഹുക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ 3.5 mm ഹുക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഗതി ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ വലിയ ഹുക്ക് എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 3.5 mm ഹുക്ക് എടുത്തിട്ടുള്ളത്. പക്ഷേ ഹുക്ക് ചെറുതെടുത്തുകൊണ്ട് തന്നെ കുറച്ച് ടഫായിരുന്നു കേട്ടോ യാൺസ് വെച്ചിട്ട് ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ടഫായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചധികം ഫോഴ്സ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ സ്റ്റഫിങ്ങിന് ശേഷം നമ്മൾ ഡിക്രീസിങ് ചെയ്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ് പോർഷനിൽ തന്നെ ഞാൻ അത്യാവശ്യം കുറേ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് സ്റ്റഫിങ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെഡിൽ ഫിക്സ് ചെയ്യാനുള്ള നോസും അതേപോലെ തന്നെ 2 ഇയേഴ്സും ആണ് കേട്ടോ. പിന്നെ ഇതിന് ഫിക്സ് ചെയ്യാനുള്ള കണ്ണുകൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ചെയ്തെടുത്തത്. പഴയ 2 മാലമുത്തുകളൊക്കെ എടുത്തുനിന്ന് കളർ ചെയ്തെടുത്താൽ മതി. പിന്നെ ഓരോ ബോഡി പാർട്സും എവിടേക്കാണ് വെക്കേണ്ടതെന്നൊക്കെ നോക്കിയതിന് ശേഷം അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോസും അതേപോലെ തന്നെ ഐസും ഞാൻ B7000 എന്ന് പറയുന്ന ഒരു ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തതാണ്. ഇയേഴ്സും ഞാൻ സേവ് ചെയ്തെടുത്തതാണ്. അങ്ങനെ നമ്മുടെ ഹെഡ് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഫറൻസിൽ കാണിച്ച പിക്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഏകദേശം ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതിൻ്റെ ബോഡി പോർഷനും കൂടെ ചെയ്യാനൊരിത്. പിന്നെ ഒന്നും നോക്കിയില്ല, യാണെടുത്തു, പിന്നെ ബോഡി പോർഷൻ ചെയ്യുന്ന തിരക്കിലായി. ആൻഡ് ഈ ഒരു വീഡിയോ 2 മിനിറ്റും 40 സെക്കൻഡും ആണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം കൂടെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഏകദേശം 3-4 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ബോഡി പോർഷനിലും സ്റ്റഫിങ് അത്യാവശ്യം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണേ. അത് സത്യം പറഞ്ഞാൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് പലർക്കും അറിയില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ലൈറ്റർ വെച്ച് ചെയ്ത സ്ഥലവും ചെയ്യാത്ത സ്ഥലവും തമ്മിലുള്ള ഡിഫറൻസ്. ചെയ്ത സ്ഥലത്തിന് അത്യാവശ്യം നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ടെഡി ബിയറിന് 2 കുഞ്ഞു കൈകളും കൂടെ ഫിക്സ് ചെയ്ത് കൊടുത്തു. ഞാനിതിൻ്റെ ബോഡി പോർഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡ് പോർഷനും ഇതിൻ്റെ ബോഡി പോർഷനും തമ്മിൽ ഭയങ്കര സൈസ് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പോർഷൻ ഭയങ്കര ചെറുതാണ്, പക്ഷേ ഹെഡ് പോർഷൻ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഫൈനൽ ലുക്കിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നവരുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പോണേ.